പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്ത്, ഏത് എന്ന വിഷയം ആസ്പദമാക്കി ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: യഹോവയുടെ മനോഹരമായ നടുതല എന്ത്? ഉത്തരം: യഹൂദ പുരുഷന്മാർ. യെശയ്യാവ് 5:7. ക്വസ്റ്റ്യൻ: സകല ലംഘനങ്ങളെയും മൂടുന്നതെന്ത്? ഉത്തരം: സ്നേഹം. സദൃശവാക്യങ്ങൾ 10:12. ക്വസ്റ്റ്യൻ: ആത്മാവിൻ്റെ ചിന്ത എന്താണ്? ഉത്തരം: ജീവനും സമാധാനവും. റോമർ 8:6. ക്വസ്റ്റ്യൻ: വേഗത്തിൽ അറ്റുപോകാത്ത ചരട് ഏത്? ഉത്തരം: മുപ്പിരിച്ചരട്. സഭാപ്രസംഗി 4:12. ക്വസ്റ്റ്യൻ: ജഡത്തിൻ്റെ ചിന്ത എന്താണ്? ഉത്തരം: മരണം. റോമർ 8:6. ക്വസ്റ്റ്യൻ: നാശത്തിൻ്റെ മുന്നോടി എന്ത്? ഉത്തരം: ഗർവം. സദൃശവാക്യങ്ങൾ 16:18. ക്വസ്റ്റ്യൻ: മാനത്തിനു മുന്നോടി എന്ത്? ഉത്തരം: താഴ്മ. സദൃശവാക്യങ്ങൾ 18:12. ക്വസ്റ്റ്യൻ: വീഴ്ചയുടെ മുന്നോടി എന്ത്? ഉത്തരം: ഉന്നതഭാവം. സദൃശവാക്യങ്ങൾ 16:18. ക്വസ്റ്റ്യൻ: ദൈവരാജ്യം എന്തല്ല? ഉത്തരം: ഭക്ഷണവും പാനീയവും. റോമർ 14:17. ക്വസ്റ്റ്യൻ: ദൈവരാജ്യം എന്താണ്? ഉത്തരം: നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. റോമർ 14:17. ക്വസ്റ്റ്യൻ: വൃദ്ധന്മാരുടെ കിരീടം എന്ത്? ഉത്തരം: മക്കളുടെ മക്കൾ. സദൃശവാക്യങ്ങൾ 17:6. ക്വസ്റ്റ്യൻ: മരണദൂതന് തുല്യമായത് എന്ത്? ഉത്തരം: രാജാവിൻ്റെ ക്രോധം. സദൃശവാക്യങ്ങൾ 16:14. ക്വസ്റ്റ്യൻ: ശിംശോൻ്റെ ശക്തിയുടെ രഹസ്യം എന്തായിരുന്നു? ഉത്തരം: തലമുടി. ന്യായാധിപന്മാർ 16:17-22. ക്വസ്റ്റ്യൻ: മീഖാവ് ലംഘിച്ച കൽപ്പനകൾ ഏവ? ഉത്തരം: 2ഉം 8ഉം. ന്യായാധിപന്മാർ 17:2-3 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എന്തുപയോഗിച്ചാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്? ഉത്തരം: പുരുഷൻ്റെ വാരിയെല്ല്. ഉൽപ്പത്തി 2:21. ക്വസ്റ്റ്യൻ: പേലെഗിൻ്റെ കാലത്ത് ഭൂവാസികൾക്ക് എന്തു സംഭവിച്ചു? ഉത്തരം: ഭൂവാസികൾ പിരിഞ്ഞുപോയി. ഉൽപ്പത്തി 10:25. ക്വസ്റ്റ്യൻ: വലിയ ആദായം എന്ത്? ഉത്തരം: അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി. 1 തിമോഥെയോസ് 6:6. ക്വസ്റ്റ്യൻ: സുവിശേഷങ്ങൾക്കു വെളിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിൻ്റെ വാക്കുകൾ ഏവ? ഉത്തരം: വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. അപ്പോസ്തലപ്രവർത്തികൾ 20:35. ക്വസ്റ്റ്യൻ: യഹോവയുടെ കയ്യിൽ നീർത്തോടു കണക്കെ ഇരിക്കുന്നതെന്ത്? ഉത്തരം: രാജാവിൻ്റെ ഹൃദയം. സദൃശവാക്യങ്ങൾ 21:1. ക്വസ്റ്റ്യൻ: ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസമേത്? ഉത്തരം: 7-ാം ദിവസം. ഉൽപ്പത്തി 2:3. ക്വസ്റ്റ്യൻ: മോവാബിനും അമോര്യർക്കും മധ്യേ മോവാബിനുള്ള അതിർ എന്താണ്? ഉത്തരം: അർണോൻ തോട്. സംഖ്യാപുസ്തകം 21:13.
ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ കാണുന്ന ആദ്യ ക്ഷേത്രം ഏത്? ഉത്തരം: ബാൽ-ബെരീത്തിന്റെ ക്ഷേത്രം. ന്യായാധിപന്മാർ 9:4. ക്വസ്റ്റ്യൻ: വെള്ളിത്താലത്തിൽ പൊൻനാരങ്ങ പോലെ ഉള്ളത് എന്ത്? ഉത്തരം: തക്ക സമയത്ത് പറഞ്ഞ വാക്ക്. സദൃശവാക്യങ്ങൾ 25:11. ക്വസ്റ്റ്യൻ: അബ്രഹാമിനും മിദ്യാന്യർക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉത്തരം: അബ്രഹാമിൻ്റെ ഭാര്യയായ കെതൂറയുടെ മകനാണ് മിദ്യാൻ. ഉൽപ്പത്തി 25:2. ക്വസ്റ്റ്യൻ: മോശയ്ക്കും മിദ്യാന്യർക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉത്തരം: മോശ മിദ്യാനിൽ താമസിച്ച് അവിടെ നിന്നും ഭാര്യയെ സ്വീകരിച്ചു. പുറപ്പാട് 3:1. ക്വസ്റ്റ്യൻ: ബിലയാമിനും മിദ്യാന്യർക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉത്തരം: ബിലയാം മിദ്യാന്യരുടെ ഇടയിൽ വസിച്ചു ഇസ്രായേല്യരാൽ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. സംഖ്യ 31:8. ക്വസ്റ്റ്യൻ: സകലവിധ ദോഷത്തിനും മൂലകാരണം എന്ത്? ഉത്തരം: ദ്രവ്യാഗ്രഹം. 1 തിമോഥെയോസ് 6:10. ക്വസ്റ്റ്യൻ: യേശു കഴുതപ്പുറത്ത് യെരുശലേമിൽ പ്രവേശിച്ചപ്പോൾ പുരുഷാരം വഴിയിൽ വിരിച്ചത് എന്താണ്? ഉത്തരം: വസ്ത്രവും വൃക്ഷക്കൊമ്പുകളും. മത്തായി 21:8. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ചെയ്ത 2 ദോഷങ്ങൾ ഏവ? ഉത്തരം: 1 ജീവജലത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു. 2 വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ചു. യിരെമ്യാവ് 2:13. ക്വസ്റ്റ്യൻ: ആത്മാവിൻ്റെ ഫലം ഏവ? ഉത്തരം: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഗലാത്യർ 5:22-24 വരെ. ക്വസ്റ്റ്യൻ: സുവർണ നിയമം എന്താണ്? ഉത്തരം: മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. മത്തായി 7:12. ക്വസ്റ്റ്യൻ: നാം ദൈവത്തിൻ്റെ മക്കൾ എന്നതിൻ്റെ ഉറപ്പ് എന്താണ്? ഉത്തരം: നമ്മുടെ ആത്മാവോടു കൂടിയുള്ള ആത്മാവിൻ്റെ സാക്ഷ്യം. റോമർ 8:16. ക്വസ്റ്റ്യൻ: ഇസ്രായേല്യർക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ പ്രാർത്ഥന എന്താണ്? ഉത്തരം: അവർ രക്ഷിക്കപ്പെടണം. റോമർ 10:1. ക്വസ്റ്റ്യൻ: ഇസ്രായേലിൻ്റെ ലംഘനം മൂലം ജാതികൾക്ക് ലഭിച്ച അനുഗ്രഹം എന്താണ്? ഉത്തരം: രക്ഷ. റോമർ 11:11. ക്വസ്റ്റ്യൻ: സുവിശേഷത്തിൻ്റെ 3 അടിസ്ഥാന സത്യങ്ങൾ ഏവ? ഉത്തരം: ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം. 1 കൊരിന്ത്യർ 15:3-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: കാലസമ്പൂർണതയിൽ ദൈവം എന്തു ചെയ്തു? ഉത്തരം: തൻ്റെ പുത്രനെ അയച്ചു. ഗലാത്യർ 4:4. ക്വസ്റ്റ്യൻ: ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നത് എന്ത്? ഉത്തരം: യേശുവിൻ്റെ പുണ്യാഹ രക്തം. എബ്രായർ 12:24. ക്വസ്റ്റ്യൻ: എഗ്ലോൻ്റെ ഭൃത്യന്മാർ അവനെ കാത്തിരുന്ന സമയം കൊണ്ട് ഏഹൂദ് ഓടിയെത്തിയ സ്ഥലം ഏത്? ഉത്തരം: സെയീര. ന്യായാധിപന്മാർ 3:26. ക്വസ്റ്റ്യൻ: മൂത്തവളായ ഒഹോല ഏത് ദേശത്തെ കാണിക്കുന്നു? ഉത്തരം: ശമര്യ. യഹസ്കേൽ 23:4.
ക്വസ്റ്റ്യൻ: അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ഏതിന്? ഉത്തരം: ശലോമോൻ പണിത ലെബനോൻ വനഗൃഹത്തിന്. 1 രാജാക്കന്മാർ 7:2. ക്വസ്റ്റ്യൻ: മോശയ്ക്കും ക്രിസ്തുവിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം: മോശെ ഭൃത്യനും യേശു പുത്രനും. എബ്രായർ 3:5-6 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: നാം നുറുക്കുന്ന അപ്പം എന്താണ്? ഉത്തരം: ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ. 1 കൊരിന്ത്യർ 10:16. ക്വസ്റ്റ്യൻ: നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്താണ്? ഉത്തരം: ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ. 1 കൊരിന്ത്യർ 10:16. ക്വസ്റ്റ്യൻ: ക്ലാവ് പിടിച്ച കുട്ടകത്തോട് ഏത് ദേശത്തെയാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം: യെരുശലേമിനെ. യെഹെസ്കേൽ 24:3-6 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ശലോമോൻ രാജാവ് തൻ്റെ പല്ലക്കിൻ്റെ ഇരിപ്പിടം ഏത് വസ്തു കൊണ്ടാണ് നിർമ്മിച്ചത്? ഉത്തരം: രക്താംബരം. ഉത്തമഗീതം 3:10. ക്വസ്റ്റ്യൻ: ഒട്ടകങ്ങൾക്ക് കിടപ്പിടമായ സ്ഥലം ഏത്? ഉത്തരം: രബ്ബ. യെഹെസ്കേൽ 25:5. ക്വസ്റ്റ്യൻ: ഒരു പ്രവാചകൻ്റെ പേരിൽ ഒരു ദ്വീപ് അറിയപ്പെടുന്നു. പ്രവാചകൻ ആര്? ദ്വീപ് ഏത്? ഉത്തരം: പ്രവാചകൻ എലീശ. ദ്വീപ് എലീശ ദ്വീപ്. യെഹെസ്കേൽ 27:7. ക്വസ്റ്റ്യൻ: രട്ടുടുത്ത 2 സാക്ഷികൾ ജീവൻ പ്രാപിച്ച് കാൽ ഊന്നി നിന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് കേട്ട മഹാശബ്ദം എന്തായിരുന്നു? ഉത്തരം: ഇവിടെ കയറി വരുവിൻ. വെളിപ്പാട് 11:12. ക്വസ്റ്റ്യൻ: ബൈബിളിലെ മഹാവാക്യം ഏത്? ഉത്തരം: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16. ക്വസ്റ്റ്യൻ: ക്രിസ്തു നൽകിയ പുതിയ കൽപ്പന ഏത്? ഉത്തരം: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:34. Thanks for watching.